ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലച്ചുവും നമ്മുടെ അമ്മായിയും കൂടെ മെർലിൻ്റെ റൂം തട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മെർലിനെ. റൂം തുറന്ന് മെർലിൻ പുറത്ത് വരുന്നത് കണ്ടിട്ട് ലച്ചുവും അമ്മായിയൊക്കെ ആകെ ഷോക്കാകുന്നു. സാരിയൊക്കെ ഉടുത്ത് ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ട് വന്ന് സിദ്ധുവിൻ്റെ കവളത്തേക്ക് ഒന്ന് വിരൽ കൊണ്ട് തോണ്ടിയിട്ട് പറയുന്നു, ഇപ്പോഴാണോ വരുന്നത്? അത് കണ്ട് നമ്മുടെ ലച്ചുവിൻ്റെ കിളിയൊക്കെ പോയി അമ്മായിയോട് ചോദിക്കുന്നു, അമ്മായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെന്ന് അമ്മായിയും പറയുന്നു. അന്നേരം സിദ്ധു ചോദിക്കും, എന്താ ഇത് ഇങ്ങനെ? മെർലിനാണെങ്കിൽ സിദ്ധുവിൻ്റെ പിന്നാലെ നടന്ന് ഒരു ഭാര്യ അല്ലെങ്കിൽ കാമുകിയുടെ രൂപത്തിൽ ഇങ്ങനെ സിദ്ധുവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹി കേട്ടിട്ട് സിദ്ധു ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് വട്ട് പിടിക്കുന്നത് കണക്ക് കാണിക്കുന്നുണ്ട്. മെർലിൻ്റെ പെരുമാറ്റം കണ്ട് വിശ്വസിക്കാനാകാതെ അതിശയിച്ച് നിൽക്കുവാണ് നമ്മുടെ മുത്തശ്ശിയും ആൻറ്റിയും. അതുപോലെ കേശുവിനാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നു. മെർലിൻ്റെ ശല്യം സഹിക്കവയ്യാഞ്ഞ് വീട്ടിൽ പോലും കയറാതെ സിദ്ധു ആണെങ്കിൽ പുറത്ത് നിൽക്കുവാണ്. എന്നാൽ മെർലിനാണെങ്കിൽ പിടിവിടുവോ? പിന്നാലെ ചെന്ന് സംസാരിക്കുന്നു. എനിക്കറിയാം രവിക്ക് ഈ പത്മയെ മറക്കാൻ പറ്റില്ലെന്ന്. അപ്പം ലച്ചുവിനോട് നമ്മുടെ സിദ്ധു പറയുന്നു, ഇതേതോ നോവലിലെ കഥാപാത്രമാണ്, എനിക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ മെർലിൻ സിദ്ധുവിൻ്റെ കവളത്തേക്ക് തോണ്ടി പോകുന്നത് കണ്ടിട്ട് കേശു ആണെങ്കിൽ അവിടെ കുത്തിയിരുന്ന് കരയുന്നു, എൻ്റെ ഭാര്യയുടെ കിളി പോയേ എന്നും പറഞ്ഞുകൊണ്ട്. അതേസമയം മുത്തശ്ശിയും ലച്ചുമൊക്കെ ചോദിക്കുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും? മെർലിനെ എങ്ങനെ ശരിയാക്കും? മെർലിൻ്റെ കിളി പറന്നിരിക്കുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ വട്ട് പിടിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. കാത്തിരിക്കാം. എന്തായാലും സിദ്ധുവിനെ വട്ടം ചുറ്റിച്ചെന്ന് തന്നെ പറയാം മെർലിൻ.